ജാസിക്കെതിരെ ആഷിയുടെ ഉമ്മ ഇപ്പോൾ രംഗത്ത് വന്നേക്കുവാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ തൻ്റെ മകനായിട്ടുള്ള ആഷിയെ ജാസി ഉണ്ടെങ്കിൽ പിടിച്ചു വെച്ചേക്കുവാണ്. അവനുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോനെ ഉപദ്രവിക്കുന്നുണ്ട്. കുറേയധികം വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ് ആഷി നേരത്തെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഞങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഇങ്ങനെയെല്ലാം പറയാൻ കാരണം ജാസിയാണ്. അവൻ പറയിപ്പിച്ചതാണ് ആഷിയെ കൊണ്ട്. അല്ലാതെ ഒരിക്കലും അവൻ ഇങ്ങനെയൊന്നും ഞങ്ങളെപ്പറ്റി പറയത്തില്ല എന്നും, അതുപോലെ തന്നെ ഈ ഒരു ജാസിയാണ് ഇവനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അവനെ പേടിച്ചിട്ടാണ് ആഷി ഒന്നും പറയാത്തതും അവൻ കൂടെ നിൽക്കുന്നത്. ഇൻ്റർവ്യൂസിൽ ഞങ്ങളെപ്പറ്റി മോശമായിട്ട് പറഞ്ഞതെന്നുമാണ് ആഷിയുടെ ഉമ്മ പറയുന്നത്. അതുപോലെ തന്നെ അവൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ആഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അവൻ്റെ പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ചേക്കുവാണ് എന്നുള്ളൊരു കാര്യം. അങ്ങനെയൊന്നുമല്ല, അവൻ്റെ പാസ്പോർട്ടൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവൻ ചോദിച്ചാൽ ഇപ്പം കൊടുക്കാനും റെഡിയാണ്. പക്ഷേ ഇതെല്ലാം ജാസി പറയിപ്പിച്ചതാണ്. അല്ലാതെ ആഷി ഞങ്ങളോട് ഒരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ ഞങ്ങൾ അവനെ ഉപദ്രവിച്ചിട്ടോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഒരേ ഒരു ആഗ്രഹം, അവനെ നിന്ന് ഞങ്ങളുടെ മോനെ രക്ഷിക്കണമെന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഞങ്ങൾക്ക് ഒരിക്കലും ജാസി അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. അവനൊരാണാണ്, അവൻ ഒരിക്കലും പെണ്ണല്ല. ഞങ്ങൾക്ക് ഒരിക്കലും അവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മോനെ എനിക്ക് തിരിച്ചു വേണമെന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് ഏതറ്റം വരെയും പോവും. പക്ഷേ ഇങ്ങനെ അവൻ്റെ കൂടെ ജീവിക്കുവാണെങ്കിൽ എൻ്റെ മരണം സംഭവിച്ചാൽ പോലും എന്നെ കാണാൻ അനുവദിക്കരുത് എന്നുള്ളൊരു കാര്യം ഞാൻ ബാക്കിയുള്ളവരടുത്ത് എൻ്റെ ബന്ധുക്കളടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ എൻ്റെ മോനായിട്ട് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എല്ലാ അധികാരവും കാണിക്കണമെങ്കിൽ എൻ്റെ മോനായിട്ട് തന്നെ തിരിച്ചു വരണം, അവളെ വിടണം, അതായത് അവനെ വിടണം എന്നുള്ളൊരു കാര്യമാണ് ആഷിയുടെ ഉമ്മ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഒരിക്കലും ജാസിയെ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റത്തില്ല. എനിക്ക് എൻ്റെ മോനെ വേണം, അവനെ പിടിച്ചു വെച്ചേക്കുക എന്നുള്ളൊരു കാര്യമാണ് ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നത്.